എല്ലാവർക്കും നമസ്കാരം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾക്കൊരു സംഭവം കാണാം. അവിടെ നാബോത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെയും കാണാം. അവിടെ ഈ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തമാക്കാൻ, എന്നിട്ട് അവിടെ ചീരത്തോട്ടമാക്കുവാൻ വേണ്ടിയിട്ട് ഈ ആഹാബ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഒരു കുടില ബുദ്ധി അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ആഹാബ് എന്ന് പറയുന്ന രാജാവ് എന്താണ്, പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കൾ വേറെ ഉണ്ടല്ലേ, പക്ഷേ പുള്ളിയുടെ നോട്ടം എങ്ങോട്ടാണ്, ഈ പാവപ്പെട്ടവൻ്റെ ഈ മുന്തിരിത്തോട്ടത്തിനകത്തോട്ടാണ് നോട്ടം വന്നത്. ഓക്കെ, എന്നിട്ട് ഈ പുള്ളി എപ്പോഴും അത് ജനലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അരമനയുടെ ജനൽ തുറക്കുമ്പോൾ ഈ മുന്തിരിത്തോട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യനും പിതൃസ്വത്തായിട്ട് കിട്ടിയ ആകെ ഒരു കൊച്ചു മുന്തിരിത്തോട്ടമാണത്. ഓക്കെ, എന്നിട്ട് ഈ മനുഷ്യൻ എന്താണ്, ഈ ആഹാബ് നാബോത്തിൻ്റെ അടുത്ത് പറഞ്ഞു, അത് നീ എനിക്ക് തരണം, വേറെ പകരം നിനക്ക് ഞാൻ വേറെ സംഭവം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാബോത്ത് പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട, കാരണം ഇതെൻ്റെ പിതൃ സ്വത്താണ്, പാരമ്പര്യമായി കിട്ടിയ സ്വത്താണ്, അതുകൊണ്ട് ഇതെനിക്ക് നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടത് ഈ ആഹാബിന് എന്ത് വന്നു, ആഹാബിന് വല്ലാത്ത ദേഷ്യം വന്നു. ആഹാബ് എന്നിട്ട് അത് നാബോത്തിൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചൊന്നുമില്ല. ആഹാബ് എന്ന് പറഞ്ഞാൽ ശാന്തന. ഓക്കെ, ഒരു ശാന്ത സ്വഭാവം ആഹാബിന്. എന്നിട്ട് ആഹാബ് എങ്ങോട്ട് പോയി, ആഹാബ് അരമനയിൽ പോയി പിണങ്ങിക്കിടക്കുക. അപ്പോൾ അവിടെ പിണങ്ങിക്കിടന്നപ്പോഴാണ് പുള്ളിയുടെ ഭാര്യയായിരിക്കുന്ന ഇസബേൽ, അതായത് ജസബേൽ എന്നൊക്കെ പറയും, പുള്ളിക്കാരത്തി അങ്ങോട്ട് വന്നു. ഇപ്പോൾ ഈ ജസബേൽ ആരാണ്, ആഹാബ് ആരാണ്, ആഹാബ് ഇസ്രയേലിൻ്റെ രാജാവാണ്. ഓക്കെ, അപ്പോൾ ഈ ഇസബേൽ ആരാണ്, അക്ഷേര പ്രതിഷ്ഠകളെയൊക്കെ ആരാധിച്ചു കൊണ്ടിരുന്ന ഇസ്രയേലിന് വെളിയിലുള്ള വേറൊരു രാജ്യത്തെ ഒരു രാജകുമാരിയായിരുന്നു ആര്, ഈ ഇസബേൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആഹാബ് ഇസബേലുമായിട്ട് കല്യാണം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇസബേലാണ് അവിടെ ഭരണം നടത്തുന്നത്. ആഹാബ് രാജാവാന്നേ ഉള്ളൂ, ഭരണം മുഴുവൻ ആരുടെ കയ്യിലാണ്, ഇസബേലിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇസബേൽ എന്താണ് ചെയ്തത്, ഇസബേൽ ആ ജനത്തെ മുഴുവൻ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുവന്നു. അതായത് ഇസ്രയേൽ എന്ന് പറയുന്ന സഭയെ മുഴുവൻ എങ്ങോട്ട് കൊണ്ടുവന്നു, വിഗ്രഹാരാധനയിലോട്ട് കൊണ്ടുവന്നു. അവൾ അപ്പൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് അക്ഷേര പ്രതിഷ്ഠകളെയൊക്കെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവൾ ഡയറക്റ്റ് അല്ല കളിക്കുന്നത്, ഇവൾ എവിടെയാണ് നിൽക്കുന്നത്, ഇവൾ പുറകിലാണ് നിൽക്കുന്നത്, രാജാവിൻ്റെ പുറകിലാണ് നിൽക്കുന്നത്, രാജ്ഞി. ഓക്കെ, എന്നിട്ട് ഇവൾ പറഞ്ഞു, ഇതിനാണോ നീ ഇത്ര വിഷമിക്കുന്നത് എന്ന് പറഞ്ഞു രാജാവിനോട് പറഞ്ഞു, അതിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി എന്ത് ചെയ്തു, അധികാരം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ആഹാബിൻ്റെ കയ്യിലും ഇസബേലിൻ്റെ കയ്യിലും. അപ്പോൾ ഇസബേലും രാജാവിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ ആർക്ക് പറ്റും, ഇസബേലിന് പറ്റും. അപ്പോൾ ഇസബേൽ എന്ത് ചെയ്തു, അവിടെയുള്ള പ്രഭുക്കന്മാരെയൊക്കെ, ഇസ്രായേലിലുള്ള പ്രഭുക്കന്മാരെയൊക്കെ കൂട്ടി ഈ നാബോത്തിനെതിരെ അങ്ങ് കുപ്രചരണം നടത്തി. എന്നിട്ട് പറഞ്ഞു, നാബോത്ത് ആർക്കെതിരെ നിൽക്കുകയാണ്, നാബോത്ത് രാജാവിനെതിരെ നിൽക്കുകയാണ്, ഇസ്രായേൽ സഭയ്ക്കെതിരെ നിൽക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ടുള്ള ചട്ടക്കൂടുകളൊക്കെ ഇവളവിടെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ നാബോത്തിനെ ചതിയിലൂടെ ആര് ചെയ്തിരിക്കുകയാണ്, നാബോത്തിനെ കൊല്ലുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിച്ചത്, അതിനുശേഷം ആഹാബിനെ ദൈവം പണിഷ്മെൻറ്റ് കൊടുത്തു, അവനെ രാജസ്ഥാനത്ത് നിന്നൊക്കെ മാറ്റിക്കളഞ്ഞു. അതിനുശേഷം ഇവിടെ എന്താ സംഭവിച്ചത്, ഇസബേലിനെ നമ്മൾക്കറിയാമല്ലേ. അത് കഴിഞ്ഞും ഇസബേൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടും ഇസബേൽ എന്താണ്, ഇസബേൽ അവിടെ ഒരുങ്ങി മയങ്ങി ഇസബേലിനൊരു അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇസബേൽ എന്താണ്, അവൾ ഭയങ്കര വശീകരണമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, നമ്മളെപ്പോലുള്ളവരൊക്കെ എന്താണ്, വെട്ടൊന്ന് മുറിയിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കത്തുള്ളൂ. എന്നിട്ട് ഈ ഇസബേൽ എന്ത് ചെയ്തു, ഇസബേൽ ഒരുങ്ങി നിന്ന് അവളെ അടുത്ത ഭരണം ഏറ്റെടുത്ത യേഹൂവിനെതിരെ ഇവളെന്താണ്, യേഹൂവിനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് നോക്കി. അവസാനം എന്താണ് ചെയ്തതെന്നറിയാമോ, യേഹു പറഞ്ഞു അവളെ എടുത്ത് താഴോട്ടിടാൻ പറഞ്ഞു. അങ്ങനെ അവളെ എടുത്ത് താഴോട്ടിട്ടിട്ട് നമ്മൾക്കറിയാമല്ലേ, അവളുടെ രക്തം നായ നക്കി കുടിക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്, ഒരു അത്രയും സ്വത്തുള്ള രാജാവിൻ്റെ നോട്ടം എങ്ങോട്ടായിരുന്നു, ഒരു പാവപ്പെട്ടവൻ്റെ മുന്തിരിത്തോട്ടത്തിലോട്ട് പോയി. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. ഒന്നാമത് നമ്മൾക്ക് ദൈവം തരുന്ന ചെറിയ നന്മകളെ നോട്ടമിടുന്ന ശത്രു ഉണ്ടാകും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാക്കണം. എന്ന് വെച്ചാൽ ഒരു അസൂയയുടെ സ്പിരിറ്റാണ് അതല്ലേ, സ്വന്തമാക്കാൻ, മറ്റുള്ളവരുടെ സ്വന്തമാക്കാനുള്ള, അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ സ്വന്തമാക്കാനുള്ള ഒരു തരം വ്യഗ്രത, അങ്ങനെയുള്ള സ്പിരിറ്റിനെ നമ്മൾ ശാസിക്കുക തന്നെ വേണം. ദൈവം നമ്മൾക്ക് തരുന്ന നന്മകളെ നമ്മൾ പ്രാർത്ഥിച്ച് അതിനെ അവകാശം പറഞ്ഞ് നമ്മൾ അനുഭവിക്കുവാൻ ദൈവം നമ്മൾക്ക് തരുന്നതാണ്. അതിനെ അനുഭവിക്കുവാൻ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഒന്ന്, ഇനി അടുത്തത് എന്താണ്, ഈ ഇസബേലി ശക്തി. ഈ ഇസബേലി ശക്തി എന്ന് പറയുന്നത് അതൊരിക്കലും താഴ്ന്ന കുടുംബത്തിൽ നിന്ന് വന്നതല്ല. അവൾ എവിടുന്നാണ് വന്നേ, അവൾ ഭരണം കണ്ട രാജകുടുംബത്തിൽ നിന്ന് അവൾ വന്നത്. അവൾ ഹയർ ലെവലിൽ ഇരുന്ന വ്യക്തിയാണ്. ഓക്കെ,
എന്നിട്ട് അവളിവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഭർത്താവിനെ അടിമയാക്കിയിരിക്കുകയാണ്. ഓർക്കുക, ഭർത്താവിനെ അടിമയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്കറിയാം ഈ ഒരു സ്പിരിറ്റ്, ആഹാബ്യ സ്പിരിറ്റും ഈ ഇസബേലിയ സ്പിരിറ്റും ഇന്ന് നമ്മളുടെ വിശ്വാസ ഗോളങ്ങളിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ന് പാസ്റ്റർമാരൊക്കെ വിശ്വാസികളെ കൊട്ടാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഏതിന്? ആഹാബ്യ സ്പിരിറ്റും ഇസബേലിയ സ്പിരിറ്റും വിശ്വാസികളുടെ ദേഹത്താന്ന് പറഞ്ഞ് വിശ്വാസികളെ കൊട്ടാൻ വചനത്തിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത, അല്ലെങ്കിൽ കൃപയിൽ നിന്ന് വീണുപോയ ചില ദൈവദാസന്മാർ ഇന്ന് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു സ്പിരിറ്റ്, അതായത് ഈ ആഹാബ്യ സ്പിരിറ്റും ഈ ഇസബേലിയ സ്പിരിറ്റും ആരുടെ ദേഹത്തെ കയറത്തുള്ളൂ? ഇത് വിശ്വാസികളുടെ ദേഹത്ത് കയറത്തില്ല. ഇത് ആരുടെ ദേഹത്തെ കയറത്തുള്ളൂ? ഇത് പാസ്റ്റർമാരുടെ ദേഹത്ത്, അല്ലെങ്കിൽ പാസ്റ്ററുടെ ഭാര്യയുടെ ദേഹത്ത്. ഇസബേലിയ സ്പിരിറ്റ് പാസ്റ്ററുടെ ഭാര്യയുടെ ദേഹത്തും ആഹാബ്യ സ്പിരിറ്റ് പാസ്റ്ററിൻ്റെ ദേഹത്തും. ഓർക്ക്, ഈ പാസ്റ്ററിൻ്റെ ദേഹത്ത് ആഹാബ്യ സ്പിരിറ്റ് കയറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇസബേലിയ സ്പിരിറ്റ് അത് ജോയിൻ സ്പിരിറ്റാണ്. എന്ന് വെച്ചാൽ അത് ഒറ്റയ്ക്ക്, അല്ലേ, ഒരു വ്യക്തിയായിട്ട് കളിക്കുന്ന സ്പിരിറ്റാണിത്. എന്ന് വെച്ചാൽ ഭർത്താവും ഭാര്യയും ഭർത്താവുമാണ്. ഇതെന്താണ്? ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇതിന് പ്രവർത്തിക്കുവാനായിട്ട് പറ്റത്തില്ല. ഇതിന് ഒന്നിച്ച് ഇതിന് പ്രവർത്തിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ആഹാബ്യ സ്പിരിറ്റ് പാസ്റ്ററിൽ കയറി കഴിഞ്ഞാൽ ഒട്ടും താമസിക്കേണ്ട, അമ്മാമ്മയുടെ ദേഹത്തും പാസ്റ്റർ അമ്മാമ്മയുടെ ദേഹത്തും ആര് കയറും? ഈ ഇസബേലിയ സ്പിരിറ്റ് കയറും. കാരണം ഇത് ഒന്നിച്ചേ കയറത്തുള്ളൂ. അല്ലാതെ ഇതിന് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഈ ആഹാബ്യ സ്പിരിറ്റ് പാസ്റ്ററിലും ഇസബേലിയ സ്പിരിറ്റ് പാസ്റ്ററിൻ്റെ ഭാര്യയിലും കയറും. ഇത് കയറി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഓട്ടോമാറ്റിക് പാസ്റ്റർ അവിടെ അടിമയായിരിക്കും, ഭാര്യയുടെ അടിമയായിരിക്കും. അങ്ങനെയുള്ളവരെ നോക്കിയേ ആഹാബ്യ സ്പിരിറ്റ് കയറത്തുള്ളൂ. കാരണം അതങ്ങനെയാണ്. അത് ഭാര്യയുടെ അടിമയായിട്ട് കിടക്കുന്ന ഒരു സ്പിരിറ്റാണ്. അത് അങ്ങനെ കയറത്തുള്ളൂ. ഇനി ഈ ജസബേലിയ സ്പിരിറ്റ്, ഇസബേലിയ സ്പിരിറ്റ് എന്താണ്? അത് ഭർത്താവിൻ്റെ അധികാരം വെച്ച്. ഓർക്ക്, ഇത് അധികാരമില്ലാത്തടത്ത് ഈ രണ്ട് സ്പിരിറ്റിന് നിൽക്കാൻ പറ്റത്തില്ല. ഇതിന് അധികാരം വേണം. അധികാരമുള്ളിടത്തെ ഇത് കയറത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വിശ്വാസികളിൽ കയറത്തില്ല. ഇത് ആരിലേ കയറത്തുള്ളൂ? ഇത് പാസ്റ്ററിലും ഭാര്യമാരിലും ഇത് കയറത്തുള്ളൂ. അതുകൊണ്ട് ഇത് അധികാരത്തിൻ്റെ സ്പിരിറ്റാണ്. അധികാരമോഹം, മറ്റുള്ളവരുടേത് സ്വന്തമാക്കണം, അധ്വാനിക്കാത്തത് സ്വന്തമാക്കണം എന്നുള്ളൊക്കെ ഒരു ആഗ്രഹം. അങ്ങനെ വരുന്ന പാസ്റ്റർമാരിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്, അവർക്ക് പൈസയോട് വല്ലാത്ത ആർത്തി വരും. സഭയുടെ സ്വത്ത് അടിച്ചു മാറ്റുക എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ വരും. അതുകൂടാതെ സഭയുടെ അധികാരത്തിന് വേണ്ടിയുള്ള പിടിവലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരിലുണ്ടാകും? ഈ ആഹാബ്യ സ്പിരിറ്റ് കയറിയ പാസ്റ്ററിലുണ്ടാകും. എന്ന് വെച്ചാൽ പുള്ളിക്ക് ഓൾറെഡി എന്താണ്? ഭാര്യയുടെ അടിമയാണ്. അപ്പോൾ ഇവിടെയെങ്കിലും പുള്ളിക്കൊന്ന് ശോഭിക്കുവാൻ വേണ്ടിയിട്ട് പുള്ളി അങ്ങ് സഭയ്ക്കകത്ത് കിടന്നും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ കൂടിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് എന്താണ്? ഇസബേലിയ സ്പിരിറ്റ് ഭർത്താവിൻ്റെ അധികാരം വെച്ചിട്ട് വിശ്വാസികൾക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കും. അതായത് അവർക്കിഷ്ടമല്ലാത്ത വിശ്വാസികളെ അവിടുന്ന് ഓടിക്കണം, സഭയിൽ നിന്ന് ഓടിക്കണം, അവരെ കുത്തി അവിടുന്ന് പുറത്താക്കണം. അതിന് ഭർത്താവിന് എന്താ പറയുക? ഭർത്താവിന് ഇത് കൊടുക്കും. അപ്പം ഈ എന്താണ്? ഭർത്താവിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യും? പുൾപിറ്റിൽ കയറി നിന്നിട്ട് കുത്തുപ്രസംഗം നടത്തും. വിശ്വാസികൾക്കെതിരെ കുത്തുപ്രസംഗം നടത്തും. അതായത് ഈ സഭയിലെ സ്പിരിറ്റുള്ള ഭാര്യ ഏത് വിശ്വാസിക്കെതിരെയാണോ പറയുവാൻ പറഞ്ഞിരിക്കുന്നത് ആ വിശ്വാസിക്കെതിരെ കുത്തുപ്രസംഗം നടത്തും. അവരെ അങ്ങ് നിലംപരിചാകുന്ന വിധത്തിൽ കുത്തുപ്രസംഗം നടത്തും. അപ്പോൾ ഇത് തന്നെയാണ് ഇസബേലിയ സ്പിരിറ്റിൻ്റെ പ്രശ്നം. എന്താണ്? നമ്മൾക്കറിയാമല്ലേ, ഏലിയാവിനോട് പറഞ്ഞു, നാളെ ഈ നേരത്തെ എൻ്റെ പ്രവാചകന്മാരിൽ ഒരാളെ പോലെ നിന്നെ ഞാൻ ആക്കുമെന്ന് പറഞ്ഞു. വല്ലാത്ത പകയുടെ സ്പിരിറ്റ്. ഇതാണ് ഈ ആഹാബിലുമുണ്ട്, ഇസബേലിലുണ്ട്. വല്ലാത്ത പകയുടെ സ്പിരിറ്റാണ് ഈ സ്പിരിറ്റ്. അപ്പോൾ ഓർക്കുക, ഇത് ആരിലേ കയറത്തുള്ളൂ? ദൈവദാസനിലും ഭാര്യയിലും ഇത് കയറത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. പലപ്പോഴും ഇത് വിശ്വാസികളുടെ ദേഹത്താന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ട് കയറത്തില്ല. കാരണം ഇതിന് അധികാരം വേണം. പിന്നെ അതുപോലെ തന്നെ ഇത് എവിടുന്നാണ് വന്നത്? അവിടെ അത് നമ്മൾ ഓർക്കണം. നമ്മൾ കുടുംബത്തിൽ കയറി കഴിയുമ്പോൾ മനസ്സിലാക്കും, കുടുംബത്തിൻ്റെ ചിട്ടകൾ മാറും. ഭർത്താവ് ഭാര്യയുടെ അടിമയായിരിക്കും, കുഞ്ഞുങ്ങൾ കൃപയിലായിരിക്കുകയില്ല. ഇത് പാസ്റ്റർമാരുടെ കാര്യം പറയുന്നത്. കുഞ്ഞുങ്ങൾ കൃപയിലായിരിക്കുകയില്ല. കുഞ്ഞുങ്ങൾ അന്യമതസ്ഥനെ പ്രേമിച്ചിട്ട് അവരുടെ പുറകെ പോകാൻ നിൽക്കും. എന്നിട്ട് പിന്നെ അവസാന ആത്മഹത്യാ ഭീഷണി മുഴക്കി അവരെ വീട്ടിൽ നിന്ന് നിർത്തേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ മക്കൾ എങ്ങോട്ട് പോകും? ആൺമക്കളാണെങ്കിൽ എങ്ങോട്ട് പോകും? കാരണം അപ്പൻ്റെ അമ്മയുടെയും അവസ്ഥ ഇവർ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് മക്കൾ എങ്ങോട്ട് പോകും? മക്കൾ എന്താ പറയുക, നമ്മുടെ ഇതിനകത്ത് കയറും. ബാർ ഡാൻസുകളിലൊക്കെ കയറി ബീറുമൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കും. അപ്പനിവിടെ പാസ്റ്ററായിട്ട് അധികാരത്തിലിരിക്കുകയാണ്, അമ്മയും ശുശ്രൂഷയിലാണ്. കാരണം എന്താണ്? ഇസബേലിയ സ്പിരിറ്റ് അങ്ങനെയാണ്. അതിന് പുറകിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ അതിനെപ്പോഴും ഇങ്ങനെ ഞാനാണെന്ന് ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ അത് ശുശ്രൂഷയിലായിരിക്കും. അപ്പോൾ രണ്ടുപേരും ശുശ്രൂഷയിലായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന്. ഇത് തിരിച്ചറിയാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒന്നാമത്തത് എന്താണ്? ഈ പാസ്റ്ററിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പാസ്റ്റർ കയറി നിന്നിട്ട് കുത്തുപ്രസംഗം തുടങ്ങും. പണത്തിലോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ എന്ത് കയറി? ആഹാബ്യ സ്പിരിറ്റ് പുള്ളിയിൽ കയറി കഴിഞ്ഞു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ വിചാരിക്കും, അപ്പം നമ്മൾക്ക് പെട്ടെന്നൊന്നും ഇതിനെ പിടുത്തം കിട്ടത്തില്ല കേട്ടോ. കാരണം എന്താണ്? ഇത് ഇസബേലിയ സ്പിരിറ്റിന് പെട്ടെന്ന് പിടുത്തം കിട്ടത്തില്ല. കാരണം അതെപ്പോഴും ഇങ്ങനെ ഒരു നോർമലായിട്ട് ഇങ്ങനെ ഭയങ്കര വശീകരിച്ച സംസാരം, ഭയങ്കര വശീകരണമാണ്, ഭയങ്കര വശീകരിക്കുന്ന പുഞ്ചിരിയൊക്കെ ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. അങ്ങനെയുള്ള അമ്മാമനെ നമ്മൾക്ക് സംശയിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം
ഇതിൽ ആ സ്പിരിറ്റ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ആദ്യം ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ പുറത്താക്കണം. അത് ആരിൽ നിന്ന് പുറത്താക്കണം? പാസ്റ്ററിൽ നിന്നും ഭാര്യയിൽ നിന്നും പുറത്താക്കണം. അത് അവർ തന്നെ അത് തിരിച്ചറിയണം. ഇനി അവരുടെ കൂട്ടത്തിൽ ആരുണ്ടാകും? ചില എന്താ പറയുക, ചിലവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി കുറച്ച് വ്യക്തികളും അതിനകത്ത് നിന്ന് എഴുന്നേൽക്കും. അങ്ങനെയായിരുന്നു ഈ രാജാവ് അല്ലേ, ആഹാബിനെ സപ്പോർട്ട് ചെയ്യാൻ, ഇസബേലിനെ സപ്പോർട്ട് ചെയ്യാൻ ആ രാജ്യത്തുള്ള ഒട്ടുമിക്ക ജനങ്ങളും ഉണ്ടായിരുന്നു. കൃപയുള്ള കുറച്ച് പേര് മാത്രമേ മാറി നിന്നുള്ളൂ. അതാ ദൈവം ഏലിയാവിനോട് പറഞ്ഞ്, ഞാൻ ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്ത 7000 എണ്ണത്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് സൈലൻ്റാ. അത് സമയമാകുമ്പോഴേ വെളിയിലോട്ട് വരത്തുള്ളൂ. അതുവരെ ഇവർ ഈ ആഹാബി സ്പിരിറ്റും ഇസബേലി സ്പിരിറ്റ് സഭയ്ക്കകത്ത് കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് ദൈവത്തിൻ്റെ സമയത്തത് ദൈവം പുറത്താക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അത് പെട്ടെന്നൊന്നും അങ്ങ് പോകത്തില്ല. കുറച്ച് ടൈം എടുത്തിട്ടേ അത് പോകത്തുള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഇത് നമ്മൾ വിശ്വാസികളിലല്ല ഇത് ഇരിക്കുന്നത്. ഇത് പാസ്റ്ററിലും ഭാര്യയിലുമാണ് ഇതിരിക്കുന്നത്. രണ്ടുപേരും എവിടെയായിരിക്കും? ശുശ്രൂഷയിലുമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകത്തില്ല. കാരണം ഈ പിശാച് എന്ന് പറയുന്നത് അത് പ്രവചിക്കും. പിശാച് പ്രവചിക്കും. അതെന്താണ്? അത് വചനം നന്നായിട്ട് പ്രസംഗിക്കും. അതുപോലെ തന്നെ എന്താണ് രോഗശാന്തി വരെ ഉണ്ടാകും. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. കാരണം പിശാച് ഈ മേഖലകളെല്ലാം കൈകാര്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ കാലക്രമേണ ഇതെന്ത് ചെയ്യും? നമ്മൾ അല്ലേ, ഇസബേലിലെ സ്പിരിറ്റ് ആ രാജ്യത്ത് കുത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ രാജ്ഞിയായി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെയുള്ള ജനങ്ങളെ വിഗ്രഹാരാധനയിലേക്ക് വലിച്ചുവിട്ടു. എന്ന് വെച്ചാൽ ജനത്തെ കൃപയിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് ജനത്തെ എന്ത് ചെയ്യും? തങ്ങളുടെ ചുറ്റുമങ്ങാക്കി തീർക്കും. എന്നിട്ട് തങ്ങൾ പറയുന്നതിനനുസരിച്ച്, അതായത് ഇവർ പറയുന്നതിനനുസരിച്ച്, ഇസബേലി സ്പിരിറ്റ് പറയുന്നതിനനുസരിച്ച് അവിടെയുള്ള ആൾക്കാരെ കയ്യിലെടുത്ത് പ്രവർത്തിക്കുവാനായിട്ട് അവർക്ക് പ്രചോദനം കൊടുക്കും. ഇതാണ് ഇസബേലി സ്പിരിറ്റും ആഹാബിയ സ്പിരിറ്റും. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഓർക്കുക, ഇതൊരിക്കലും വിശ്വാസിയിലല്ല ഈ സ്പിരിറ്റ് കയറുന്നത്. ഈ സ്പിരിറ്റ് ആരിലേ കയറത്തുള്ളൂ? അധികാരത്തിലിരിക്കുന്ന ആൾക്കാരുടെ ദേഹത്ത്. അതായത് ഒന്നെങ്കിൽ പാസ്റ്ററുടെ ദേഹത്ത് ഇസബേലി സ്പിരിറ്റ് പാസ്റ്ററിൻ്റെ ഭാര്യയുടെ ദേഹത്തെ കയറത്തുള്ളൂ. ഇനി അടുത്തത് എന്താണ്? ഇത് ഒറ്റയ്ക്ക് ഇത് പ്രവർത്തിക്കത്തില്ല. ഇത് ജോയിൻ്റ് ആയിട്ടേ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.